ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ആണെങ്കിൽ മാറ്റാനുള്ള കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ആണെങ്കിൽ മാറ്റാം. ഇൻഡിക്കേറ്ററുകൾ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, അപ്പോൾ അത് മാറ്റിയിടാം. അതൊക്കെയാണ് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസ് വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസോ വേറെ കംപ്ലൈൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈനറാണ് കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, അത്യാവശ്യം പുതിയ ലൈനറാണ്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. അതേപോലെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ചെയിനും സ്പോക്കറ്റും വളരെ മോശമായിട്ടുണ്ട്. കാരണം സ്പോക്കറ്റൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന വണ്ടി ചെയിൻ തെറ്റിയിട്ട് വണ്ടി ഓടിയിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ബാക്കിൽ വരുന്ന സ്പോക്കറ്റ് ഈ സൈഡിൽ നട്ടിൻ്റെ അവിടെ ഭാഗത്തൊക്കെ കയറി ടച്ചായിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ എഞ്ചിൻ കേസിൻ്റെ ഇവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ആ പീസ് പൊട്ടി ചാടി ആ കവറിൻ്റെ ഉള്ളിൽ കിടക്കണ്ടാവും. ഈ പീസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ ആ ചെയിൻ വന്നിട്ട് ഇവിടെ ലോക്കായേക്കണതാണ്. നിലവിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു പ്രോബ്ലം ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആ ലെഗ് പുറത്തേക്ക് നിന്നിരുന്ന ലെഗ് പാർട്ടീഷൻ ചെയ്ത് നിന്നിരുന്ന ലെഗ് പൊട്ടിപ്പോയെന്നുള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. നമ്മളിപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് മാറ്റേണ്ടത് ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ചെയിനും സ്പോക്കറ്റ് ഇതിന് കിറ്റായിട്ട് വരാണ്. 2 സ്പോക്കറ്റും ചെയിനും അടങ്ങുന്ന കിറ്റ്. പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തിൽ കൂടെ ബാക്കിലത്തെ ഈ ഡാമ്പർ റബ്ബറും കൂടി കൂടുതൽ മാറ്റിയിടാം. അതിന് പ്ലേ ഇല്ലാണ്ട് കറക്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് ചെയിനൊക്കെ ലൈഫ് കിട്ടും. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 3000 കിലോമീറ്ററാണ് എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ശരിക്കും നമുക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കളറിനകത്ത് ചെറിയ വേരിയേഷൻ ഉള്ളത് കൊണ്ട് ആ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ സ്പീഡോമീറ്റർ കേബിളൊക്കെ ഓൾറെഡി പൊട്ടിയാൽ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട് ഹാൻഡിൽ കവർ ഈ വൈസറൊക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ കേബിള് മാറ്റിയാൽ റെഡി ആവുമെന്നുണ്ടെങ്കിൽ മീറ്റർ മെക്കാനിസത്തിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മീറ്റർ മെക്കാനിസവും ഈ വന്ന ഗിയർ സെറ്റിനും കംപ്ലീറ്റ് ഇല്ല, കേബിൾ മാത്രം മാറ്റിയാൽ മീറ്റർ വർക്ക് ആവുമെന്നുണ്ടെങ്കിൽ അത് മാറ്റി വർക്കിംഗ് ആക്കി ഇടണമാണ് നല്ലത്. പറയാൻ കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് കിലോമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ നോക്കി കറക്റ്റ് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് സർവീസ് പീരീഡ് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അത് കിലോമീറ്റർ ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നേരത്തെ ഓയിലൊക്കെ മാറ്റി പോകും, അതല്ലെങ്കിൽ മാറ്റാൻ വൈകി പോകും. എങ്ങനെ നോക്കിയാലും നഷ്ടമായിരിക്കും. അപ്പോൾ ഞാനത് എന്തെങ്കിലും ഇൻഡിക്കേറ്റർ മാറ്റാനായിട്ട് നമുക്ക് കഴിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേബിൾ മാറ്റിയാൽ റെഡി ആവുമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതടക്കമുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ ഇൻഡിക്കേറ്റർ 2 സൈഡിൽ ഫ്രണ്ട് റൈറ്റ് സൈഡും ബാക്ക് റൈറ്റ് സൈഡും ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്രണ്ട് കവർ അഴിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്കത് വേണമെങ്കിൽ നോക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. പിന്നെ അത് കൂടാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ലിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഈ എൻജിൻ ഹെഡിൻ്റെ കവറിൻ്റെ ഭാഗത്തൊക്കെ ഓയിൽ ലീക്കേജ് ഉണ്ട്. അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ സമയമുള്ളപ്പോൾ ഒന്ന് കയറ്റി ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ അവിടെ ഓയിൽ സീൽ ലീക്കായിട്ടുണ്ട് കേട്ടോ. ഈ 2 കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിൽ പോലും ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നിലവിൽ ചെയിൻ സ്പോക്കറ്റ്, വീൽ റബ്ബർ, എഞ്ചിൻ ഓയിൽ, ഇൻഡിക്കേറ്റർ അതെല്ലാം ഉൾപ്പെടുത്തി നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തെങ്കിലും ഒരു 4 മണി 5 മണിക്ക് ആവും കംപ്ലീറ്റ് ആയി ഇറങ്ങുന്നുണ്ട്. എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആയി ഒന്ന് വിളിച്ചേക്കാം.